ഒരു ചോദ്യം: മനുഷ്യബുദ്ധിയെ ഒരു യന്ത്രത്തിന് കീഴടക്കാൻ കഴിയുമോ? 1997 ലോകം ആ ചോദ്യത്തിനുത്തരം തേടി. ഒരു ചെസ് ബോർഡിനു മുന്നിൽ ലോക ചെസ്സിലെ കുലപതി, ബുദ്ധിയുടെ സിംഹാസനത്തിൽ ചോദ്യം ചെയ്യപ്പെടാതെ വാണരാജാവ് ഗാരി കാസ്പറോവ്. അദ്ദേഹത്തെ വെല്ലുവിളിക്കാൻ വന്നത് ലക്ഷക്കണക്കിന് പ്രോസസറുകളുടെ തലച്ചോറുമായി IBMന്റെ കരുത്തനായ ഒരു യന്ത്രം, ഡീപ് ബ്ലൂ. ഇത് വെറും ഒരു ചെസ് മത്സരമായിരുന്നില്ല. മനുഷ്യന്റെ സഹജമായ ഉൾക്കാഴ്ചയും യന്ത്രത്തിന്റെ അസാമാന്യമായ കണക്കുകൂട്ടൽ ശക്തിയും തമ്മിലുള്ള ബൗദ്ധിക യുദ്ധമായിരുന്നു. 6 ഗെയിമുകളിലായി നടന്ന ആ വീറും വാശിയുമേറിയ പോരാട്ടം ലോകത്തെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തി. ഓരോ നീക്കത്തിലും ആകാംക്ഷ. ഡീപ് ബ്ലൂ നിമിഷങ്ങൾക്കുള്ളിൽ കോടിക്കണക്കിന് നീക്കങ്ങൾ വിശകലനം ചെയ്ത് കാസ്പറോവിനെ ഞെട്ടിച്ചു. ഒടുവിൽ ഡീപ് ബ്ലൂ വിജയിച്ചു. ചെസ് ചരിത്രത്തിൽ ആദ്യമായി ഒരു കമ്പ്യൂട്ടർ ലോക ചാമ്പ്യനായ മനുഷ്യനെ തോൽപ്പിച്ച് ചരിത്രം കുറിച്ചു. ഈ വിജയം വെറും ഒരു കളി ജയിച്ചതിലപ്പുറം വലിയൊരു സന്ദേശമാണ് നൽകിയത്. നിർമ്മിത ബുദ്ധി എന്ന സാങ്കേതിക വിദ്യയുടെ അതിശക്തമായ വളർച്ചയുടെ ഒരു പ്രഖ്യാപനമായിരുന്നു അത്. യന്ത്രങ്ങൾക്ക് മനുഷ്യന്റെ ചിന്താശേഷിയെ വെല്ലുവിളിക്കാനും പുതിയ നേട്ടങ്ങൾ കൈവരിക്കാനും കഴിയുമെന്ന് ലോകത്തിന് മനസ്സിലായി. നമ്മുടെ ഭാവിയെ രൂപപ്പെടുത്തുന്ന ഈ സാങ്കേതിക വിപ്ലവത്തിന് തിരികൊളുത്തിയ ഒരു നിർണായക നിമിഷമായിരുന്നു അത്.